ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് രസം. പക്ഷേ ഇവിടെ നമ്മൾ രസപ്പൊടികളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഒരു രസക്കൂട്ട് തയ്യാറാക്കിയിട്ടാണ് ഈ രസം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു തവണ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇങ്ങനെ രസം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ആ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 5 വറ്റൽ മുളകും കുറച്ച് കറി ലീവ്സും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും നല്ലൊരു മണം, അതായത് നല്ല മൂത്തിട്ടൊരു മണം വരില്ലേ, അതുവരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഉലുവയും ചെറിയ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പൗഡറിലേക്ക്, ഇത് പൗഡർ ആക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ കട്ടക്കായം. നമ്മളെല്ലാ പേരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കായപ്പൊടിയായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു പൗഡർ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കട്ടക്കായം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നല്ല ഫ്ലേവറും അതേപോലെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കായം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊരു അല്പം ഓയിൽ യൂസ് ചെയ്തിട്ടൊന്ന്, അത് പെട്ടെന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ യൂസ് ചെയ്തിട്ട് അതിനുശേഷം ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കത് മാറ്റാം. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്കിതെല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പൗഡറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കട്ടക്കായം കേട്ടോ, അതിൻ്റെ ഫ്ലേവർ പറയാൻ പറ്റില്ല കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു കട്ടക്കായം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പൗഡറിന് നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൗഡർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി വേണം, പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി കേട്ടോ, കുറച്ച് അധികം എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 വറ്റൽമുളകും കുറച്ച് കറി ലീവ്സും നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇടികല്ലുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൾസ് ചെയ്തെടുത്താലും മതി. പിന്നെ ചെറിയ ഉള്ളിയും ചതച്ചെടുക്കണം. ഇത് 2 സെപ്പറേറ്റ് തന്നെ ചതച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരല്പം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. നമ്മളിതൊക്കെ തയ്യാറാക്കുന്ന സമയം കൊണ്ട് അത് റെഡിയായി കിട്ടും. ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടി മൺകലമൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. എപ്പോഴാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഒരു വറ്റൽമുളകും നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയിൽ ഇതുകൂടി ചേർത്ത് കൊടുക്കണം. ഇതങ്ങ് ഭയങ്കരമായിട്ട് മൂത്ത് പോകരുത് കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഇങ്ങനെ മാറി വരുന്ന സമയം ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. കാരണം രസത്തിനൊക്കെ ഒരു പച്ചമണം ഉള്ളതാണ് നല്ലത്. ഒരുപാടങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ, ഒരു എക്സ്ട്രാ ഫ്ലേവറാണ്. നമ്മൾ സവോള ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ച മണം ഇങ്ങനെ മാറി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറി ലീവ്സും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി പെട്ടെന്ന് മാഷായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പുളിയും ഉപ്പും ബാലൻസ് ചെയ്യാനും നമുക്കിത് സഹായിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്കിതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പീസസ് ആയിട്ട് തക്കാളി വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് രസ പൗഡർ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ട് മാഷ് ആവുന്നവരെ ഇതേപോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ആ ഒരു രസ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രസ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പിന്നെ ഒരു പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് പോലെയല്ല കേട്ടോ നമ്മൾ ഈ ഒരു പൗഡർ ചേർക്കുമ്പോൾ. ഇത്ര തന്നെ അധികമാണ് കേട്ടോ നമുക്ക് ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളവും കൂടി നമുക്കിതിൽ ചേർത്തതിന് ശേഷം ഇനിയും ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ രസം എപ്പോഴും നല്ല വെള്ളം പോലെയല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇരിക്കുമ്പോൾ വീണ്ടും കുറുകും കേട്ടോ രസം. അപ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇത് ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ.
ഇനി നമ്മൾ തയ്യാറാക്കിയുള്ള ഈ പൗഡർ നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഇനി ഇത്രയും അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് വീണ്ടും ഇതേ ക്വാണ്ടിറ്റിയിൽ 2 തവണ ഇവിടെ രസം ഉണ്ടാക്കാനുള്ള അത്രയും പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തവണ ഒന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് 2-3 തവണ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല രീതിയിൽ രസം ബോയിലാവണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ രസം. അപ്പോൾ ഈ രസം നന്നായിട്ട് ബോയിലായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം മല്ലിയില, അധികമായി പോയത് അല്പം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും നല്ലൊരു ഫ്ലേവറുള്ള രസമാണ്. രസം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതിനും നമുക്ക് ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രോബ്ലങ്ങളൊക്കെ ഇല്ലാതാവുന്നതിനും നമ്മൾ ഭക്ഷണശേഷം രസം കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രസം തന്നെ തയ്യാറാക്കി നോക്കണേ. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ തീർച്ചയായും നിങ്ങൾ ഈ രസമായിരിക്കും പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്നത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള എന്താണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.